ഇന്ന് നമുക്ക് ചിക്കൻ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറേ ചിക്കൻ മേടിച്ച് ഉപ്പി പറ്റിച്ച് ഉപ്പും ശകലം മസാലയൊക്കെ ഇട്ട് വേവിച്ച് ഇതുപോലെ പറ്റിച്ച് വെച്ചേക്കും കേട്ടോ, വേവിച്ച് വെച്ചേക്കും. അത് ഞാൻ മിക്സിയിൽ വെച്ച് അരച്ച് പൊടിച്ച് വെച്ചേക്കുണ്ടോ. ഇനി അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില കൊച്ചുള്ളി ഇവയെല്ലാം കൂടെ നമുക്ക് ചീഞ്ചട്ടിയിട്ട് വഴറ്റണം. പിന്നെ അത് മുക്കാനുള്ള റസ്ക് പൊടിയാണിത്. 2 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് മുക്കിയിടാൻ വേണ്ടി. അതുപോലെ ഉരുളക്കിഴങ്ങും ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. അടുപ്പേ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചീഞ്ചട്ടി അടപ്പേ വെച്ചു. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, അത് വഴറ്റിയെടുക്കാനുള്ള എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. രണ്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി ഇവയെല്ലാം കൊണ്ട് ഒന്നിച്ചിട്ട് നമുക്ക് വഴറ്റാം. ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്നു. ഇനി നമുക്ക് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കന് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് ചൂടാക്കണം. ചൂടാക്കിയെങ്കിൽ നമുക്കിത് ഉരുട്ടാൻ പറ്റത്തുള്ളൂ. നല്ലതായിട്ട് ഇത് ചൂടാക്കണം. ആ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നല്ല രീതിയിലിത് ചൂടാക്കണം. നല്ലതായിട്ട് ചൂടായി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് തല്ലിപ്പൊത്തി ഇങ്ങനെ വെക്കണേ, ചൂട് പോകാതിരിക്കാൻ വേണ്ടി. പണ്ടൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കും, ആ സ്പൂണിലോട്ട് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഈ സ്പൂണിൻ്റെ രീതിയിൽ പണ്ടൊക്കെ ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് ഏത് രീതി വേണേലും കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ, സ്പൂണിൻ്റെ ആ ഒരു ആകൃതിയായില്ലേ. നമുക്ക് അല്ലാതെ ഏത് രീതി വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് കയ്യെ വെച്ചിങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ ഈ രീതി. ചൂട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാടാണ്. അതിനെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ. എല്ലാം ഉരുട്ടിയെടുക്കണ്ടോ. ഇനി നമ്മളിതെല്ലാം ഒന്ന് എടുക്കുക, മുട്ടയ്ക്കകത്തോട്ട് മുക്കുക, റസ്ക് പൊടിയിൽ മുക്കുക. എല്ലായിടത്തും ഈ റസ്ക് പൊടി ആക്കണം കേട്ടോ. ഉണ്ടോ. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാം നമുക്ക് അതുപോലെ മുക്കി എടുക്കാം. എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്കൊരു ഡെപ്പ വേണം എടുത്ത് നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഇത് പൊരിച്ച് കഴിക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, കേടുണ്ടാകത്തില്ല. ഞാനിതുപോലൊരു ഡെപ്പയ്ക്കകത്താണ് വയ്ക്കുന്നത്. ഇതുപോലെ അങ്ങ് അടുക്കി വെച്ചാൽ മതി, അവിടെ ഇരുന്നോളൂ.
ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി. ഇതുപോലെ വരുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ വെച്ചാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല.